ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 18 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നികുതികളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, മൂല്യവർദ്ധിത നികുതി എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി തന്നെ പഠിക്കുകയുണ്ടായി. അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈഫ് ഈസ് PSC കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതും ആ ചാനലിൽ ഞാൻ ക്ലാസ് വീഡിയോ ഇടുന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ PDF നോട്ടുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും അത് ലഭ്യമാക്കാവുന്നതുമാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതികൾ. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതി എന്ന് പറയുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രധാന വരുമാന മാർഗം ഈ നികുതി ആകണമെന്നില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തെ പ്രധാന വരുമാന മാർഗം ഈ നികുതി തന്നെയാണ്. അപ്പൊ നികുതി ഏർപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നികുതി ഏർപ്പെടുത്താൻ അധികാരമുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പിന്നുള്ളത് ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്താൻ അധികാരമുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി തുടങ്ങിയവയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നികുതികളാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ്. ഈ കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റുകൾ, അതായത് റിലയൻസ് പോലെ ടാറ്റ, അവർ അങ്ങനെയുള്ള വലിയ കോർപ്പറേറ്റുകൾ അടയ്ക്കുന്ന നികുതിയാണ് ഈ കോർപ്പറേറ്റ്, അവരിൽ നിന്ന് ചുമത്തുന്ന നികുതിയാണ് ഈ കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചു നാൾ മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന നികുതി എക്സൈസ് നികുതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോർപ്പറേറ്റ് നികുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഇതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? വിൽപ്പന നികുതി. എന്നാൽ ഇപ്പോൾ വിൽപ്പന നികുതി ഇല്ല, സെയിൽ ടാക്സ് ഇപ്പോൾ ഇല്ല. GST വന്നതോടുകൂടി സെയിൽ ടാക്സ് ഇല്ലാതായി. അപ്പൊ വിൽപ്പന നികുതി ആയിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന നികുതി. പിന്നെ വാഹന നികുതി സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാന നികുതിയാണ്. രജിസ്ട്രേഷൻ നികുതിയുണ്ട്. ഭൂനികുതി, ഞാൻ പറഞ്ഞു ഭൂമിയുടെ അല്ലെ, നമ്മുടെ വസ്തുകരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെവിടെ നമ്മൾ അടയ്ക്കുന്നത്? നമ്മുടെ വില്ലേജ് ഓഫീസുകളിലാണ് വസ്തുക്കരം അടയ്ക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് കൂടുതൽ വരുമാനമുള്ള നികുതി ഏതാണ്? വിൽപ്പന നികുതി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ GST ആണ് സംസ്ഥാന സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. പിന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നികുതികൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, പരസ്യ നികുതി എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന നികുതികൾ. കെട്ടിട നികുതി നമുക്കറിയാം, നമ്മുടെ വീടിന്റെ നികുതിയാണ് അല്ലെ, വീടിന് നമ്മൾ അടയ്ക്കുന്ന കരമാണ് വീട്ടുകരം അല്ലെങ്കിൽ പെരക്കരം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഈ ബിൽഡിംഗ് ടാക്സ്, അതാണ് കെട്ടിട നികുതി. പിന്നെ തൊഴിൽ നികുതി ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. എന്താണ്? ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അതിർത്തിക്കുള്ളിലാണോ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഈ പ്രൊഫഷൻ ടാക്സ് അഥവാ തൊഴിൽ നികുതി, അതിന് എംപ്ലോയ്മെന്റ് ടാക്സ് എന്നൊക്കെ പറയും, ഇത് അടയ്ക്കുന്നത്. പിന്നെ വിനോദ നികുതിയുണ്ട്. എന്റർടൈൻമെന്റ് ടാക്സ് ആണ്, അത് അറിയാവുന്നതാണ്. എന്താണ്? സിനിമ കാണുമ്പോഴും സർക്കസ്, എക്സിബിഷൻ തുടങ്ങിയവയ്ക്കൊക്കെ നമ്മൾ അടയ്ക്കുന്ന നികുതിയാണ് എന്താണ്? വിനോദ നികുതി അഥവാ എന്റർടൈൻമെന്റ് ടാക്സ്. പരസ്യ നികുതി അല്ലെ, പരസ്യ നികുതി പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നതിന് അഡ്വർടൈസ്മെന്റ് ടാക്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് അടയ്ക്കേണ്ടത്. റോഡ് സൈഡിലൊക്കെ പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അടയ്ക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് തദ്ദേശീയമായി സ്വയംഭരണം നടത്തുന്ന സ്ഥാപനങ്ങളെയാണ്
നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, പഞ്ചായത്തുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എന്താണ്? കെട്ടിട നികുതിയാണ്. പഞ്ചായത്തുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി കെട്ടിട നികുതിയാണ്. എന്നാൽ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണ്? അത് ഒക്ട്രോയി എന്ന് പറയുന്ന ഒരു നികുതിയാണ് മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഈ ഒക്ട്രോയി എന്ന് പറയുന്ന നികുതി മുനിസിപ്പൽ ഏരിയ, അതായത് നഗരപ്രദേശങ്ങളിൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഒരു നികുതിയാണ് ഈ ഒക്ട്രോയി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നികുതിയെ കുറിച്ച് പറയാൻ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യ രേഖയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ കാണും, പാൻ കാർഡ് എന്ന് പറയും അല്ലെ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് ഈ പാൻ കാർഡിന്റെ പൂർണ്ണമായ രൂപം. ഈ പാൻ കാർഡ് നികുതിയുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് നൽകുന്ന ഒരു രേഖയാണ്. ഒരു നികുതിദായകനെ സംബന്ധിച്ച് അയാളുടെ നികുതി അടയ്ക്കുന്ന നികുതിയെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു രേഖയാണ് എന്ത് പാൻ കാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് തന്നെ നിലവിൽ വരുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ നികുതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 265 നികുതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 265. ഇന്ത്യയിലെ നികുതി പരിഷ്കരണ കമ്മിറ്റി അറിയപ്പെടുന്നത് രാജാ ചെല്ലയ്യ കമ്മിറ്റി എന്ന പേരിലാണ്. ഇപ്പൊ ഇന്ത്യയിലെ നികുതി പരിഷ്കരണ കമ്മിറ്റിയാണ് രാജാ ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിൽ കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ്? കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം. ഈ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഈജിപ്തിലാണ് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. ഓക്കെ, കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിലാണ് കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. ഏതാണ്? ന്യൂസിലൻഡാണ് കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം. എന്താണ് കാർബൺ നികുതി എന്ന് പറഞ്ഞാൽ? ഈ എന്താണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെ, ഈ പുക മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന വായു മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് ഈ കാർബൺ നികുതി എന്ന് പറയുന്നത്. മറ്റൊന്ന് കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിക്കാം, അതേതാണ്? ഡെൻമാർക്കാണ്. എന്താണ് ഈ കൊഴുപ്പ് നികുതി എന്ന് പറഞ്ഞാൽ? ഫാറ്റ് ടാക്സ് എന്ന് പറയും. അതായത് ഈ ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾക്ക് മേൽ ഫാസ്റ്റ് ഫുഡ് ആഹാര പദാർത്ഥങ്ങൾക്ക് മേൽ വിദേശ രാജ്യങ്ങളിൽ ചുമത്തിയിരുന്ന ഒരു നികുതിയാണ് ഈ കൊഴുപ്പ് നികുതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യ വ്യാപകമായി ഈ ഫാറ്റ് ടാക്സ് നിലവിൽ വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇത് കേരളത്തിലുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഇത് നാളെ ഒരിക്കൽ വന്നേക്കാം, പക്ഷെ കേരളത്തിൽ ഈ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തി. അപ്പൊ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കേരളമാണ്. ഓക്കെ, പിന്നെ ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിക്കാം. അപ്പോൾ ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചൈനയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ചോദിച്ചാൽ അത് ബെൽജിയമാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതാണ്? ബെൽജിയമാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാനാണ്. അപ്പൊ നികുതിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ തൊട്ട് തന്നെ നികുതിയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. നമ്മുടെ മനുസ്മൃതിയിലും അർത്ഥശാസ്ത്രം, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലുമൊക്കെ നികുതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ചുങ്കം എന്നാണ് ഈ നികുതി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ചുങ്കം കൊടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു പ്രധാന നികുതിയാണ്, ഒരു മതനികുതിയാണ്. എന്താണ്? ജസിയ എന്ന് പറയുന്ന നികുതി. അത് ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന ഒരു നികുതിയാണ് ഈ ജസിയ. ഈ ജസിയ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിക്കാം, അതാരാണ്? അക്ബറാണ്. ജസിയ പുനരാരംഭിച്ച ഭരണാധികാരി ആരാണ്? അത് ഔറംഗസേബുമാണ് അല്ലെ. പിന്നെ എന്താണ് നികുതിയെ കുറിച്ച് പറയാൻ? നമ്മുടെ മറാത്ത സാമ്രാജ്യത്തിന്റെ പ്രധാന നികുതികളായിരുന്നു ചൗദും സർദേശ് മുഖിയും ഒക്കെ മറാത്ത സാമ്രാജ്യത്തിന്റെ പ്രധാന നികുതികളായിരുന്നു. പിന്നെ ഈ പ്രത്യക്ഷവും പരോക്ഷവും അല്ലാത്ത മറ്റൊരു നികുതി ഉണ്ടായിരുന്നു, സർചാർജ് എന്നാണ് പറയുന്നത്. അങ്ങനെ നികുതിയെ കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായും ഇപ്പോൾ കൂടുതൽ അറിവുകളുമായി
മറ്റൊരു വീഡിയോയിൽ ഞാൻ എത്തുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.